മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു താരപുത്രിയാണ് സൗഭാഗ്യ വെങ്കിടേഷ്. സ്വന്തമായുള്ള പേരിൽ പ്രശസ്തിയിലെത്തിയ ഒരു താരം തന്നെയാണ്. അച്ഛനും ഭർത്താവും അമ്മയും മുത്തശ്ശിയും ഒക്കെ താരകുടുംബത്തിലുള്ളവരാണെങ്കിൽ പോലും സൗഭാഗ്യ തൻ്റെതായ സ്ഥാനം നേടിയത് റീലുകൾ ചെയ്തും ടിക്ടോക്കുകൾ ചെയ്തും മ്യൂസിക്കല് ചെയ്തുമൊക്കെയാണ്. ഇപ്പോഴിതാ വലിയൊരു രീതിയിലെ മാറ്റം ട്രാൻസ്ഫോർമേഷൻ ചെയ്തിരിക്കുകയാണ് താരം. അത്യാവശ്യം കുറച്ചു കാലമായി, പ്രത്യേകിച്ച് കഴിഞ്ഞ 5-6 വർഷമായി വണ്ണം കയ്യിൽ നിൽക്കുന്നില്ല എന്നും നൃത്തമുണ്ടായിട്ടും ഡാൻസ് ക്ലാസ് ഉണ്ടായിട്ടും അവിടെ പട്ടികളെയും മറ്റു മൃഗങ്ങളെയും ഒക്കെ പരിപാലിക്കുന്ന ജോലി ഉണ്ടായിട്ടും ദേഹം അനങ്ങിയിട്ടും വണ്ണം കുറയാത്തത് കാരണം ഇഞ്ചക്ഷൻ എടുത്ത ഇപ്പോൾ വെയ്റ്റ് ലോസ് ജേർണിയിലാണ് നടി സൗഭാഗ്യ. എന്നാൽ കുറേയധികം നാളുകൾക്ക് ശേഷം കോൺഫിഡൻസ് തിരിച്ചു കിട്ടിയപ്പോൾ ഒരു വെസ്റ്റേൺ ഡാൻസുമായി എത്തിയപ്പോൾ പ്രേക്ഷകർ ശരിക്കും ഞെട്ടി. ജിമ്മിൽ പോയി ഒന്നുകൂടി മെലിഞ്ഞിരിക്കുന്നു. വളരെയധികം മാറ്റമുണ്ട്. എന്നാൽ പലരും ചോദിക്കുന്നത് ഇഞ്ചക്ഷൻ നിർത്തി എന്ന് പറഞ്ഞിട്ട് നിർത്തിയില്ലേ എന്നാണ്. ഇഞ്ചക്ഷന് കെമിക്കൽ വല്ലതും ഉണ്ടോ എന്നും അതിന് എന്തൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ട് എന്നൊക്കെ പ്രേക്ഷകർ കുറച്ച് ദിവസമായി ചോദിക്കുന്നു. എന്നാൽ എനിക്കും ഇതേ പേടി ഉണ്ടായിരുന്നുവെങ്കിലും ഒരു സൈഡ് എഫക്റ്റും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് പറയുന്നു. എന്തെങ്കിലും മതിയായ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുമ്പോൾ ഫാറ്റ് അവിടെ ബേൺ ആയിക്കൊണ്ടിരിക്കാൻ വേണ്ടിയാണ് അവിടെ ചെയ്യുന്നത്. മറ്റൊന്നിന് മറ്റൊന്ന് വളമാകുന്നു എന്നത് പറഞ്ഞതുപോലെ ഫാറ്റ് അവിടെ ഗ്ലൂക്കോസായും അതുപോലെ ഇൻസുലിനായും ഒക്കെ മാറുന്ന ഒരു കാഴ്ച, അതാണ് നമ്മുടെ ബോഡിക്കുള്ളിൽ നടക്കുന്നത്. ഇതിന് വലിയ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല എന്ന് കൃത്യമായി പറഞ്ഞേ മതിയാകൂ. സൗഭാഗ്യ അത് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. എന്നാൽ കൃത്യമായി എല്ലാവരും ചോദിക്കുന്നത് സൗഭാഗ്യ ഇത് ആരോഗ്യത്തോടെ തന്നെ ചെയ്യുന്നതാണോ എന്നാണ്. എല്ലാവർക്കും അത് ഓർത്ത് തന്നെയാണ് കൂടുതൽ ടെൻഷനും. സൗഭാഗ്യയുടെ കാര്യത്തിൽ കുറച്ച് ടെൻഷനുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കണം. സൗഭാഗ്യയും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സുധാപ്പുവിൻ്റെയും താരാ കല്യാണിൻ്റെയും വാർത്തകൾക്കൊക്കെ പ്രാധാന്യം നൽകുന്ന ആളുകളാണ് കൂടുതലുമുള്ളത്. സൗഭാഗ്യയുടെ നൃത്ത വീഡിയോ, ഡാൻസ് ക്ലാസ്സിലെ വീഡിയോകൾ, ഡെയിലി വ്ളോഗുകൾ, സുധാപ്പുവിനെ കൊണ്ടുള്ള വീഡിയോ, അതുപോലെ നായ്ക്കളും അവിടെയുള്ള മറ്റ് മൃഗങ്ങളുമായിട്ടുള്ള വീഡിയോ, അവരുടെ കൂട് വൃത്തിയാക്കുന്നതും ചാണകമെടുക്കുന്നതും തുടങ്ങിയുള്ള സകലമാന ജോലികളും ആ വീട്ടിൽ ചെയ്യുന്നൊരു വ്യക്തിയായി തന്നെ സൗഭാഗ്യ എപ്പോഴും കാണിക്കാറുണ്ട്. വീട്ടിൽ ഭക്ഷണമൊക്കെ ക്രമീകരിക്കുന്നത് ആരാണെന്ന് പലരും ചോദിക്കാറുണ്ട്. എന്നാൽ അതിലെനിക്ക് വലിയ പങ്കൊന്നുമില്ല. അർജുൻ ചേട്ടൻ സഹായിക്കും. അർജുൻ ചേട്ടൻ എല്ലാ കാര്യങ്ങളും ചെയ്തോളും. എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. കുക്ക് ചെയ്യാൻ എനിക്ക് കുറച്ച് സമയമെടുക്കും. ചിലപ്പോൾ ശീലമില്ലാത്തത് കൊണ്ടായിരിക്കും. എന്നാൽ ഒരു നായയെ കുളിപ്പിക്കാനോ ഒരു പോത്തിനെ കുളിപ്പിക്കാനോ ഒക്കെ പറഞ്ഞാൽ ഞാൻ അനായാസനെ ചെയ്തു തീർക്കും. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ജോലി തന്നെയാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. കുക്കിനോട് ഇഷ്ടക്കുറവൊന്നുമില്ല. ഞാൻ ഭക്ഷണമൊക്കെ വയ്ക്കും. അത്യാവശ്യം ഞാനൊന്ന് പെട്ടുപോയാൽ അല്ലെങ്കിൽ അർജുൻ ചേട്ടൻ ഷൂട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യും. എന്നാൽ അധികമൊന്നും ആ ഒരു കാര്യത്തിൽ എനിക്ക് സമയം ചിലവഴിക്കാനില്ല. ഞാനിങ്ങനെ ദേഹം അനങ്ങിയുള്ള പണികൾക്ക് പിന്നാലെയാണെന്ന് സൗഭാഗ്യ ഒരിക്കൽ തൻ്റെ ഡെയിലി റൊട്ടീനെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.